ഇത് കറക്റ്റ് 1 kg കിട്ടുന്ന ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്ങിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കോവേച്ചർ മോഡിൻ്റെ ചോക്ലേറ്റാണ്. കോവേച്ചറാണ് കൊടുത്തിരിക്കുന്നത്, കോമ്പൗണ്ട് അല്ല, അത് മോഡിൻ്റെത് കേട്ടോ. ഞാൻ മുൻപൊക്കെ വാൻ ഹൂട്ടൻ മാത്രമേ യൂസ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ മോഡിലോട്ട് മാറിയതിന് ശേഷം എനിക്ക് വാൻ ഹൂട്ടനെക്കാട്ടും കുറച്ചും കൂടി ഒരു പ്രീമിയം ടേസ്റ്റ് തോന്നുന്നത് മോഡാണ് കേട്ടോ. കോവേച്ചറിൽ അത് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കിൻഡർ ബ്യൂണോടെ ചോക്ലേറ്റ് ഒക്കെ അല്ലേ കഴിക്കുന്ന സെയിം ടേസ്റ്റ് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലും മാറ്റമുണ്ട്. നോക്കിക്കൊണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് വാൻ ഹൂട്ടൻ്റെ കോവേച്ചറാണ്, മിൽക്ക് കോമ്പൗണ്ട്. ഉണ്ട്, ഭയങ്കര മെൽറ്റിംഗ് ആണ്. ഇത് മോഡിൻ്റെ കോവേച്ചറാണ്. എനിക്കിത് രണ്ടും തമ്മിൽ ടേസ്റ്റ് കുറച്ചും കൂടി ഒരു പ്രീമിയം ടേസ്റ്റ് തോന്നിയ മോഡാണ് കേട്ടോ. ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു ഇത് റെക്കമെൻഡ് ചെയ്യല്ല. എനിക്കിപ്പോൾ വാൻ ഹൂട്ടനും ഞാൻ യൂസ് ചെയ്ത് കോവേച്ചർ, അതുപോലെ മോഡും യൂസ് ചെയ്ത് എനിക്ക് ചോക്ലേറ്റിൽ മിൽക്കിൽ വാൻ ഹൂട്ടനെക്കാട്ടി കുറച്ചുകൂടി ഒരു പ്രീമിയം ടേസ്റ്റ് തോന്നിയത് മോഡാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസും ആണ്. നല്ല ടേസ്റ്റ് വെച്ച് തോന്നി ഒരു രക്ഷയില്ല. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റുഡൻസ് വരുമ്പോൾ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം രണ്ടും. എന്നിട്ട് അവരോട് തന്നെ നേരിട്ട് നമുക്ക് ഫീഡ്ബാക്ക് ചോദിക്കാം. മോഡ് ഭയങ്കര ടേസ്റ്റ് കിട്ടും. കറക്റ്റ് പക്ക നമ്മളെ ബ്യൂണോ കിൻഡർ ബ്യൂണോ ഒക്കെ കഴിക്കുന്ന മിൽക്കി ടേസ്റ്റ്. ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല, വാൻ ഹൂട്ടനെ അപേക്ഷിച്ച് എനിക്ക് കുറേ കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നതും നമ്മൾ ഫില്ലിങ്ങിൽ കൊടുക്കുമ്പോൾ നല്ലൊരു മെൽറ്റിംഗ് കൺസിസ്റ്റൻസി ആയിട്ട് തോന്നുന്നതും മോഡാണ് കേട്ടോ ഈ വാൻ ഹൂട്ടനെ അപേക്ഷിച്ചിട്ട്.